ഓഹരി വിപണിയിൽ റെക്കോർഡ് നേട്ടം. സെൻസെക്സ് 86,000 കടന്നു, നിഫ്റ്റി 26,300 കടന്നു. സൗമ്യയാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. സൗമ്യ, സെൻസെക്സ് ചരിത്രം കുറിക്കുകയാണ്. 86,000 കടന്നു, ഒരു കുതിപ്പ്, അത് വേഗത്തിൽ 1,00,000 തൊടും എന്ന പ്രഡിക്ഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ആഫ്റ്റർ കോവിഡ് ആ പീരീഡിൽ തന്നെ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് ഏത് തരത്തിലാണ്? രതീഷ്, ഇന്ന് ട്രേഡിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ തന്നെ, അതായത് ആദ്യ മിനിറ്റുകൾ തന്നെ, ആദ്യ 7 മിനിറ്റിൽ തന്നെ നിഫ്റ്റി വലിയ രീതിയിലുള്ള കുതിപ്പാണ് നിഫ്റ്റിയിലും സെൻസെക്സിലും കണ്ടത്. നിഫ്റ്റി 14, ഈ രണ്ട് കാര്യങ്ങളും, നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സും 14 മാസത്തിന് ശേഷമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നായിരുന്നു ഇത്തരത്തിൽ നിഫ്റ്റി ആണെങ്കിൽ 25,000 എത്തിയിരുന്നത്, അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 85,000 എത്തിയിരുന്നത്. ഈ 14 മാസത്തിന് ശേഷമാണ് നിഫ്റ്റിയും സെൻസെക്സും 86,000, സെൻസെക്സ് 86,000 കടന്നു. ഇപ്പോൾ ഈ വേരിയേഷൻ വരുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും, ആ സമ്മർദ്ദം കാരണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും 86,000 എന്ന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നിഫ്റ്റി അതുപോലെ തന്നെ 26,277.35 എന്ന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന ഒരു ഇടിവുണ്ട്. അതുപോലെ തന്നെ ഫെഡ് റിസർവിൽ ഈ 2025 അവസാനത്തെ നയപ്രഖ്യാപനത്തിൽ ഫെഡ് റിസർവിൽ ഒരു കുറവ് വരുമെന്ന പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ സെക്കൻഡിലെ ഈ കോർപ്പറേറ്റ് വരുമാനത്തിൽ വരുന്ന ഒരു ഉയർവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉണർവുണ്ടാകും എന്നൊരു പ്രതീക്ഷ, ഇതൊക്കെ കൂടി തന്നെയാണ് ഈ ഒരു മാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്. രതീഷ്, ശരി. സാമ്പത്തിക വിദഗ്ധൻ ശ്രീ മാർട്ടിൻ പാട്രിക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ പാട്രിക്, ഓഹരി വിപണിയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയാണ്. തളർച്ച കൈവിട്ട് കുതിക്കുന്നു എന്ന നിലയിലാണല്ലോ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഈ ട്രെൻഡ് നിലനിൽക്കുന്ന ട്രെൻഡാണോ? എന്ത് പ്രതീക്ഷിക്കണം? മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർക്ക്, നിക്ഷേപം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തുപദേശമാണ് നൽകാൻ കഴിയുക? അല്ല, ഇപ്പോഴേ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഘടകങ്ങളും ഒപ്പം തന്നെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളുമാണ്. ആദ്യത്തെ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പരക്കെ അത് പ്രചരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത്, രണ്ടാമതെന്ന് പറയുന്നത് അമേരിക്കയിലെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റം ഇനിയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് കരുതുന്നത്. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഇവിടെ ഇപ്പോഴും ഈ മാറ്റം ഉണ്ടായത്. മാത്രമല്ല, US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംപ്ലോയ്മെന്റ് ഡേറ്റ പ്രതീക്ഷിച്ചത്ര മോശമായിട്ടില്ല. അതേസമയം തന്നെ നമുക്ക് മറ്റു ചില പ്രതീക്ഷകൾ കൂടി കടന്നു വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ താരിഫിന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വളരെ കൂടുതലായിട്ട് മാറുന്നില്ല എന്നതാണ് പുതിയ ചില വാർത്തകൾ വരുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ പല രാജ്യങ്ങളും അമേരിക്കയിൽ കേന്ദ്രീകരിച്ച് കയറ്റുമതി നടത്തിയ പല ഉൽപ്പന്നങ്ങൾക്കും മറ്റു പല രാജ്യങ്ങളിലും മാർക്കറ്റ് കണ്ടെത്താനുള്ള ശ്രമം ഏതാണ്ട് ഒരു വിജയത്തിന്റെ പാതയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മുടെ ട്രേഡ് ബാലൻസ് ഇപ്പോൾ അല്പം മോശമായിട്ടുണ്ടെങ്കിൽ തന്നെയും എക്സ്പോർട്ട് മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ്. ഇന്ന് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത്, റഷ്യയുടെ പുറത്ത് അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ട് പോലും നമ്മളുടെ പിന്നീട് ക്രൂഡ് ഓയിൽ അവിടെ നിന്നിട്ടുള്ള ഇമ്പോർട്ട് കുറഞ്ഞിട്ടില്ല. വരുന്ന മാസങ്ങളിൽ ഒരു പക്ഷേ കുറഞ്ഞേക്കാം, പക്ഷെ ഇപ്പൊ കുറഞ്ഞിട്ടില്ല. പക്ഷെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയും അതേസമയം തന്നെ ക്രൂഡ് കുറഞ്ഞ വിലയ്ക്ക് മറ്റു പല രാജ്യങ്ങൾക്ക് നിന്നും നമുക്ക് ഇറക്കുമതി ചെയ്യാമെന്നുള്ളത് മാർക്കറ്റിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒപ്പം തന്നെ നമ്മളുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ കുറച്ചു മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അതിന് ആശാവകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിലില്ലെങ്കിലും ഈ പ്രതീക്ഷയാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രതീക്ഷ വളരെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അപകടം ഇപ്പോൾ ഞാൻ കാണുന്നില്ല. അതേസമയം തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ബബിൾ ഉണ്ട്, കുമിളകള് അങ്ങനെ ഉണ്ട് ഈ മാർക്കറ്റിൽ. പക്ഷെ കുമിളയൊന്നും പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴ് വന്നിട്ടില്ല. അന്താരാഷ്ട്ര ഘടകങ്ങള് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയില്ലെങ്കിൽ അപകടങ്ങൾ വരും. കാരണം ഏത് സമയത്തും അന്താരാഷ്ട്ര കമ്പോളത്തിൽ നിന്നും നമുക്ക് മോശമായ വാർത്തകൾ കേൾക്കാൻ പറ്റിയെന്നിരിക്കും. അമേരിക്ക എങ്ങനെ റിവൈവ് ചെയ്യും, ചൈനയുടെ നിലപാട് എന്തായിരിക്കും, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയ്ക്കാൻ കഴിയുമോ, ഇപ്പൊ വീണ്ടും ട്രംപ് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള വാർത്തകൾ ഒരുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകണം.
പക്ഷെ കാര്യമായിട്ടുള്ള വലിയ ഒരു അപകടത്തിലേക്ക് ഇപ്പൊ ചെന്ന് ചാടാനുള്ള സാഹചര്യമൊന്നും ഉരുത്തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രതീക്ഷയാണ് നൽകുന്നത്. താങ്കൾ വളരെ കൃത്യമായി ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അന്താരാഷ്ട്ര ഘടകങ്ങളാണ് പ്രധാനമായും ഓഹരി വിപണിയിലെ വലിയ കുതിപ്പിന് ഇന്നലെയും വലിയ കുതിപ്പുണ്ടായിരുന്ന തുടർച്ച ഇന്നും രാവിലെയും മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കാണുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനമാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അത് സമാധാനത്തിലേക്ക് എത്തുന്നു എന്ന തോന്നൽ ഉൾപ്പെടെ അക്കാര്യത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അമേരിക്കൻ നിലപാട് കൂടി പ്രധാനമായും പരിഗണിക്കപ്പെട്ടുകൊണ്ടുമാണ് ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ സൂക്ഷിച്ച് നിക്ഷേപിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ വിദഗ്ധ ഉപദേശം.